ഒരുവന്റെ മനസ്സും ചിന്തയും എത്ര കണ്ട് പവിത്രമാകുന്നുവോ അത്ര കണ്ട് അവന്റെ ജീവിതം സന്തോഷകരവും സമാധാനവും പരമാനന്ദകരവുമായിരിക്കും. സംതൃപ്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരപ്രേമം ഉണ്ടായേ തീരൂ. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കുഞ്ചമനോഹര പാദചലന്മണിനൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദിസുരൗഖ പരിഷ്ടുതലോക. ഇത് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ 64 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ തട്ടക വ്യാപ്തിയും അസാധാരണമത്രേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോള രാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു. ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതയാണ് പനംകുറിശി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു. ഒരിക്കൽ സാമൂതിരിയുടെ 2ാം സ്ഥാനികനായ ഏറാൾപ്പാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി. ഈ സമയത്ത് ക്ഷേത്രം ഊരാളരിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു. അതിന്റെ കാരണമന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി നൽകി. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനംകുറിശിയിൽ തങ്ങി. ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു. ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഇനിയൊരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു. രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും ചന്ദനമണിയുവാനായി ചന്ദനക്കണ്ടവും ഉടുക്കുവാനായി ഉറുമാലിക്കണ്ടവും വിറകിനായി കാഞ്ഞിരക്കണ്ടവും പണ്ടങ്ങൾ കെട്ടാനായി പുലീലക്കണ്ടവും നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു. ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. പനംകുറിശി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ശാല എന്ന വിശേഷ വിഭാഗത്തിൽപ്പെട്ടതാണ്. കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ശ്രീകോവിലിൽ ബ്രഹ്മാണി, വൈഷ്ണവി തുടങ്ങി സപ്തമാതൃക്കൾ ബിംബരൂപത്തിലും അല്ലാതെയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ദാരിക വധാനന്തരമുള്ള ചാമുണ്ഡി
അഷ്ടബാഹുക്കളോടും കൂടി ശ്രീകോവിലിന് വലത്തേയറ്റത്ത് പരിലസിക്കുന്ന അസാധാരണ വലുപ്പമുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇടതുവശത്തായി സപ്തമാതൃക്കളുടെ നിരയുമുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തരാഭിമുഖമായ ചാമുണ്ടിയാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ഡി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ്. പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ഡിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വൈരയ്ക്കകത്തുകൂടിയേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ് ഇവിടെ പൂർണ്ണ ദർശനം അസാധ്യമായിട്ടുള്ളത്. നിത്യേന 3 പൂജയാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നുവരുന്നത്. തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു. പൂരം പുറപ്പാട് മുതൽ 7 ദിവസം നടത്തിവരുന്ന തോൽപ്പാവക്കൂത്താണ് അതിൽ പ്രധാനം. 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത്. രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞു വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്ത് നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്ത് പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്തു വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു. പണിക്കരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി തായമ്പക കൊട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്ത് കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം.